ഒടുവിൽ മന്ത്രി സജി ചെറിയാൻ ആ സത്യം പറഞ്ഞു. എപ്പോഴും വിടുവായിത്തരം കൊണ്ട് ശ്രദ്ധ നേടുന്ന സജി ചെറിയാൻ ഇത്തവണ ആ രീതിയല്ല അവലംബിച്ചത്. കേട്ടാൽ വിഡ്ഢിത്തമാണെന്ന് തോന്നുമെങ്കിലും ഒരു സത്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. സംസ്ഥാനത്ത് SSLC പാസ്സായ കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ലെന്ന് കണ്ണിൽ ചോരയില്ലാതെയാണ് മന്ത്രി സജി ചെറിയാൻ പ്രസ്താവിച്ചത്. ജയിച്ചവരിൽ നല്ലൊരു ശതമാനത്തിനും എഴുതാനോ വായിക്കാനോ അറിയില്ല. പണ്ടൊക്കെ SSLCക്ക് മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു, മന്ത്രി പറയുന്നു. കാര്യം സത്യമാണെങ്കിലും ആ കുന്തം കൊണ്ടത് പാവം വിദ്യാഭ്യാസ മന്ത്രിയുടെ നെഞ്ചത്തായിരുന്നു. ഒരൊഴുക്കിലങ്ങ് പറഞ്ഞു പോയതാണോ അതോ ശിവൻകുട്ടിയോട് പറയാനുള്ളത് വണച്ചുകെട്ടി പറഞ്ഞതാണോ എന്നൊന്നും അറിയില്ല. സജി ചെറിയാന്റെ അടുത്ത പ്രസ്താവന സർക്കാരിനെതിരെയായിരുന്നു. SSLCയുടെ വിജയ ശതമാനം കുറഞ്ഞാൽ സർക്കാരിന്റെ പരാജയമായി ചിത്രീകരിച്ച് പ്രതിഷേധങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് എല്ലാവരെയും ജയിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത ആരോപണമാണ് മന്ത്രിയായ സജി ചെറിയാൻ പിണറായി സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ പ്രവണത നല്ലതല്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇതിൽ മാറ്റം കൊണ്ടുവരണമെന്നും ഉപദേശിക്കാനും അദ്ദേഹം മറന്നില്ല. കാര്യം SSLC പാസ്സായിട്ടുണ്ടെങ്കിലും വാർത്താ സമ്മേളനങ്ങളിൽ വിഡ്ഢിത്തം മാത്രം പുലമ്പുന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. സജി ചെറിയാൻ പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണെന്ന് പറഞ്ഞ് ശിവൻകുട്ടി മന്ത്രിയും രംഗത്തെത്തി. രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ വിദ്യാഭ്യാസം നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള നൂതന ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകുന്നുമുണ്ട്. 1-ാം ക്ലാസ് പിന്നിടുന്ന വിദ്യാർത്ഥി മലയാളം അക്ഷരമാല പഠിക്കുന്നുവോ എന്നുറപ്പാക്കിയാണ് വിദ്യാഭ്യാസ പദ്ധതികൾ രൂപീകരിച്ചിരിക്കുന്നത്. പരസ്യമായി ഇത്രയും മാത്രമേ ശിവൻകുട്ടി സഖാവ് പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ സ്വഭാവമനുസരിച്ച് സജി ചെറിയാനെ നേരിട്ട് വിളിച്ച് കാര്യം പറയാതിരിക്കില്ല. അതിൽ എത്രത്തോളം മലയാള പദം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയൂ. വിവാദ പരാമർശത്തിനൊടുവിൽ സജി ചെറിയാൻ പറഞ്ഞ വാക്കുകളാണ് ആർക്കും മനസ്സിലാകാത്തത്. കുട്ടികൾക്ക് പോത്തിനെയും പശുവിനെയും തിരിച്ചറിയാതെ ആയിരിക്കുന്നു എന്നായിരുന്നു ആ പരാമർശം. പ്രകൃതിയിൽ നിന്ന് കുട്ടികൾ അകന്നു പോകുന്നതിന്റെ വേദനയാണെന്ന് പറയാമെങ്കിലും അനവസരത്തിലുള്ള ഈ ഉപമ എന്തിനായിരുന്നു എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഈ വിഷയത്തിൽ ആരാണ് പോത്ത്, ആരാണ് പശു എന്നറിയാത്ത ധർമ്മസങ്കടത്തിലാണ് പാവം പൊതുജനം.